ഇവിടെ വന്നിരിക്കുകയാണോ? മോൾ ഇനി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുകയാണോ? എന്തെങ്കിലും ഒന്ന് പറ. മുത്തശ്ശി, ഞാൻ എന്താ പറയേണ്ടത് കൂടി പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ഉണ്ണിമായ പാവല്ലേ, എല്ലാവർക്കും പറഞ്ഞു പറ്റിക്കാവുന്ന ഒരു പാവം പൊട്ടിപ്പേണ്. അങ്ങനെ പറഞ്ഞു ഇനി എന്റെ ചങ്ക് കലക്കല്ല മോളെ. മുത്തശ്ശിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനും അപ്പുമൊക്കെ നിന്നെ പറഞ്ഞു പറ്റിച്ചു. വൈകിയല്ലേ മോളെ മുത്തശ്ശിക്കെല്ലാം മനസ്സിലായത്? ഇല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശി സങ്കടപ്പെടണ്ട. നീ ഇങ്ങനെ തീ തിന്നുന്നത് കണ്ടിട്ട് മുത്തശ്ശി എങ്ങനെയാ മോളെ സങ്കടപ്പെടാതിരിക്കുക? ഒന്നും സാരില്ല മുത്തശ്ശി. മുത്തശ്ശി, എനിക്ക് അപ്പൂനൊന്ന് കാണണം. എന്തിനാ എന്നെ കശക്കി എറിഞ്ഞു കളഞ്ഞെന്ന് ചോദിക്കണം. കാണാൻ മോളെ, നീ ഇപ്പൊ വാ. എല്ലാറ്റിനും അമ്മാവനൊരു വഴി കാണാതിരിക്കില്ല. അവനെവിടെ? അവൻ എവിടെയെന്നാ ചോദിച്ചത്? എന്റെ അനന്തരവളെ ചതിച്ചവനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യമുള്ള കുടുംബമാണ് എന്റേത്. വാരി തിന്നവരെ ആരും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. അവളെ അവൻ സ്വീകരിക്കണം. കുടുംബത്തിന്റെ അന്തസ്സും ഉണ്ണിമായയുടെ ചാരിത്രശുദ്ധിയും നിങ്ങൾക്ക് വലുത്. ഉണ്ണിമായയുടെ ചാരിത്രത്തിന് പവനില്ല. ചോദിക്കാനും പറയാനും ആൾബലം കുറഞ്ഞ എന്റെ ചാരിത്രത്തിന്റെ വില ഒന്നും മനസ്സിലാവണില്ല. തെളിച്ചു പറ. അന്നൊരിക്കൽ നിങ്ങൾ എന്നെ നശിപ്പിച്ചത് മറന്നുപോയോ? അതിന്റെ വില തരാൻ ഞാൻ തയ്യാറായിരുന്നില്ലേ? ആർക്ക് വേണം നിങ്ങളുടെ പണം? ഉണ്ണിമായയുടെ ജീവിതത്തില് ആദ്യത്തെ പുരുഷൻ അപ്പു പോലെയാ എന്റെ ജീവിതത്തില് നിങ്ങളും. നീ മിണ്ടിപ്പോവരുത്. എത്രയൊക്കെ താന്തോന്നിയായി ഞാൻ ജീവിച്ചാലും ഈ മനസ്സിൽ മേൽ ടീച്ചർക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവൂ. അതെന്നും അങ്ങനെയായിരിക്കും. അപ്പു ഉണ്ണിമായെ സ്വീകരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉള്ളതിൽ പകുതി നിനക്കും തരാം. ഞങ്ങളുടെ മാനം കാക്കണം. നീ വിചാരിച്ചാലേ അത് കഴിയൂ. ഞാൻ വിചാരിച്ചാലല്ല. അപ്പു ഉണ്ണിമായെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെയും സ്വീകരിക്കണം. ഉറപ്പ്. ശരി, അങ്ങനെ അല്ലാതെ നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ണിമായെ, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പൊട്ടിക്കരയാനോ കെട്ടിത്തൂങ്ങി ചാകാനോ പറ്റാത്തൊരവസ്ഥ. മനുഷ്യനെ നമ്പാൻ പാടില്ലാത്ത ഈ കാലത്ത് അന്യഗ്രഹ ജീവിയായ ഗന്ധർവന്റെ പുറകെ ആരെങ്കിലും പോവോ? സാരമില്ല, എന്റെ ഉണ്ണിമായെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നാട്ടുകാരെന്തു പറഞ്ഞാലും വീട്ടുകാർ വാളെടുത്താലും നമുക്ക് ഒന്നാകണം. നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ വളർത്തി ഒരു കൊച്ചു വീട് വെച്ച് നമ്മുടേതായിട്ടൊരു ലോകം ഞാൻ പണിയും. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സാവധാനം ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. അതുവരെ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ ഞാനിങ്ങനെ അലഞ്ഞു നടക്കും. ഉണ്ണിമായ, ഞാൻ പാവമാണ്. ഈ പങ്കജാക്ഷൻ, ഉണ്ണിമായയുടെ പങ്കജാക്ഷൻ. നിങ്ങളെ കാണാൻ തന്നെ വരികയായിരുന്നു. എവിടെ അവൻ? എന്താ കാര്യം? ഒന്നും എന്നോട് ഒളിക്കണ്ട. നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ആളെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഓ, അപ്പുവിന്റെ കാര്യമാണോ? അതെ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്തിനാ അവിടെ ഒളിപ്പിച്ചു നിർത്തി എന്നെ ചതിച്ചത്? ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നല്ലവളെ പോലെ അഭിനയിച്ച് വീട്ടിലൊരു രഹസ്യ കാമുവിനെ പൊറപ്പിക്കുകയല്ലേ നിങ്ങള്? ഉണ്ണിമായെ, അരുതാത്ത പറയരുത്. അപ്പു എന്റെ ബന്ധുവാണ്. അവന് നാട്ടിൽ ചെറിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ രഹസ്യം അവനെ ഇവിടെ നിർത്തിയത്. ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയും ഏതെങ്കിലും പാവം പെൺകുട്ടിയെ പറഞ്ഞു മയക്കി ചതിച്ചിട്ടുണ്ടാവും ദുഷ്ടൻ, അല്ലേ? ചതിവ് പറ്റിയ നിനക്കാ. നീയല്ലേ അവന്റെ കൂടെ? ഞാൻ ഒന്നും പറയുന്നില്ല. കുടുംബക്കാരനല്ലേ, ന്യായീകരിച്ചോ. പക്ഷേ ഞാൻ അവനെ വെറുതെ വിടുന്നു കരുതണ്ട. നീ എന്ത് ചെയ്യാനാ? നല്ല കുട്ടിയായിരുന്നിട്ട് നിനക്കിത് പറ്റിയില്ലേ? അല്ലാതെ മനഃപൂർവ്വം ആരും ബലാത്കാരം ചെയ്തതല്ലോ. അല്ല, എന്റെ മുമ്പിൽ ദേവനെ പോലെ വന്ന് അഭിനയിച്ചു. എനിക്ക് വേണ്ടപ്പെട്ടവനെ തട്ടിയെടുത്തു.
എന്നെ ചതിച്ചു. നിങ്ങൾ അതിന് കൂട്ടുനിന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല. നീയും തെറ്റുകാരിയാണ്. ഒരുവനെ കണ്ടപ്പോ എല്ലാം മറന്ന് ഇളകി തുള്ളി, എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. വഞ്ചനയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗന്ധർവനെ പോലെ വന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എന്നെ ചതിച്ച് രക്ഷപ്പെട്ടാൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല. എന്റെ ഈ കണ്ണിൽ വീഴുന്നത് എന്റെ സ്വപ്നങ്ങളുടെ ചിതയിലാണ്. കാത്തിരുന്നോ, എല്ലാവർക്കും തരുന്നുണ്ട് ഞാൻ എന്റെ ജീവന്റെ പങ്ക്. ഉണ്ണിമായി നിൽക്കൂ. ഞാൻ ആരുടെ സൗജന്യം സ്വീകരിക്കാറില്ല. സൗജന്യമാണോ അല്ലെന്ന് തീരുമാനിക്കാൻ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. എങ്കിലും ഞാൻ എന്നെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണം നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ജീവിതത്തിൽ ഇന്നുവരെ വാരിൽ ജയിച്ചിട്ടേ ഉള്ളൂ. ഇനി ഞാനൊന്ന് തോറ്റു വന്നേക്കാം. മറ്റുള്ളവരും ജയിക്കണമല്ലോ. വിജയത്തിനിടയ്ക്ക് പരാജയം അറിയുമ്പോഴല്ലേ ജീവിതത്തിന്റെ മധുരം മനസ്സിലാക്കാനാവൂ. വെറുതെ അല്ലല്ലോ ഞാൻ തോറ്റു വരുന്നത്. പൊട്ടിപ്പോയ ചില കണ്ണികളെ ഇടയ്ക്ക് ചേർക്കാനല്ലേ. കൈമോശം വന്ന ജീവിതങ്ങള് കരിപ്പിടിപ്പിക്കാനല്ലേ. നാട് മുഴുക്ക നെഞ്ചു വിരിച്ച് തലയുയർത്തി പിടിച്ചേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിന്റെ മുമ്പിൽ തലകുനിക്കാം. എന്റെ ഉണ്ണിമായ്ക്ക് വേണ്ടി. അങ്ങനെ പറയരുത്. എന്റെ എന്നല്ല, നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് ഞാൻ സഹിക്കില്ല. ഒന്നോർത്താൽ ഞാനാ തെറ്റുകാരി. ഉണ്ണിമായെ അപ്പു സ്വീകരിക്കാൻ പകരം നിങ്ങൾ എന്നെ സ്വീകരിക്കണമെന്ന് ഡിമാൻഡ് വെച്ച് ഞാനാ തെറ്റുകാരി. ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ നിങ്ങളെ ആരാധനയോടെ ഞാൻ നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ തലയെടുപ്പും പൗരുഷവും എന്നെ മോഹിപ്പിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ എനിക്ക് കിട്ടാനായി ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത്. ഉണ്ണിമായോട് തെറ്റ് ചെയ്ത അപ്പുവിനേക്കാൾ എന്നോട് തെറ്റ് ചെയ്ത നിങ്ങളെക്കാൾ ഒക്കെ വലിയ തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്. സാരമില്ല. എന്നാലും അപമാന ഭാരം കൊണ്ട് നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ എനിക്ക് തലവലിക്കേണ്ടി വരില്ലല്ലോ. ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഉണ്ണിമായെ അപ്പു തന്നെ താലി കെട്ടും. പോരെ? മതി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സന്തോഷായി, വളരെ സന്തോഷായി. തൃപ്തിയായി എനിക്കും. ചെല്ലു. നേർ ടീച്ചറെ മാത്രം കുടിയിരുത്തി ആരാധിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി ഇടം കണ്ടെത്താൻ ശ്രമിച്ച ഈ വിവരം കിട്ടവളെ കുറിച്ച് ഓർക്കാതെ പോയിക്കോളൂ. എന്റെ വേദനകളും വ്യാമോഹങ്ങളും എല്ലാം എന്റേത് മാത്രമായിരിക്കട്ടെ. പോന്നോളൂ. എന്റെ ഉണ്ണിമായപ്പോൾ ഒരു പെണ്ണ് തന്നെയല്ലേ മേരകി. ഒരാൾക്കൂടി വേണ്ടതൊക്കെ വാരത്തുണ്ടാവും. മുത്തശ്ശിയുടെ അക്ഷയപാത്രത്തിൽ ഇനിയുണ്ടോ ഗന്ധർവകഥ? എന്താടാ പുരുഷു? അല്ല, അപ്പുറത്തെ വീട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം നടക്കാതിരിക്കുന്നു.
അവളുടെ കല്യാണം നടന്ന് കാണാൻ വേണ്ടിയാ. കൊണ്ടുവാടാ, ഇനിയുണ്ട് എന്റെ കയ്യില് ഗന്ധർവ കഥകള്.